സ്കൂൾ വളപ്പുകളിൽ അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങളും കെട്ടിടഭാഗങ്ങളും പൊളിച്ചു മാറ്റണമെന്ന് സ്കൂൾ തുറക്കും മുൻപേയുള്ള നിർദ്ദേശമാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം പത്തനംതിട്ട കടമനിട്ടയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പഴയ കെട്ടിടഭാഗങ്ങൾ പൊളിഞ്ഞു വീണതോടെ ആ നിർദ്ദേശം കുറച്ചൊക്കെ പാളി. സ്കൂൾ തുറക്കും മുൻപേ അപകടകരമായ വൈദ്യുതി ലൈനുകൾ മാറ്റണമെന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ സർക്കുലർ നോക്കുകുത്തിയായതിന്റെ ഇരയാണ് തേവലക്കരയിൽ ഷോക്കേറ്റ് മരിച്ച മിഥുൻ. അവിടെയും മാനദണ്ഡങ്ങൾ പാലിക്കാതെ നിർമ്മിച്ച ഒരു സൈക്കിൾ ഷെഡ് ഉണ്ടായിരുന്നു. സർക്കാർ സ്കൂളിൽ ഒരു പഴയ കെട്ടിടം അപകടാവസ്ഥയിലാണെങ്കിൽ അത് പൊളിച്ചു മാറ്റാൻ ചില നടപടിക്രമങ്ങളുണ്ട്. അതിന് ആദ്യം സ്കൂൾ അധികൃതർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കെട്ടിടം പൊളിക്കുന്നതിനുള്ള അപേക്ഷ നൽകണം. തുടർന്ന് കെട്ടിടത്തിന് കാലപ്പഴക്കം ഉണ്ടോ എന്നും അത് പൊളിക്കേണ്ട ആവശ്യമുണ്ടോ എന്നും എഞ്ചിനീയറിംഗ് വകുപ്പ് അധികൃതർ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണം. ഇനി പൊളിക്കേണ്ടതാണെങ്കിൽ കെട്ടിടത്തിന്റെ മൂല്യം കണക്കാക്കും. ഈ റിപ്പോർട്ട് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ സമർപ്പിക്കും. അത് കഴിഞ്ഞ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൗൺസിലിലേക്ക് ശുപാർശ ചെയ്യും. അതോടെ കെട്ടിടം പൊളിക്കുന്നതിനുള്ള ഭരണാനുമതി ലഭിക്കും. ഇനി ടെൻഡർ നടപടികളാണ്. അതിനു മുൻപ് ടെക്നിക്കൽ അനുമതിക്കുള്ള നടപടികൾ പൂർത്തിയാക്കണം. ഉന്നത ഉദ്യോഗസ്ഥരുടെ അനുമതി ലഭിച്ച ശേഷമാണ് പൊളിക്കാനുള്ള കൊട്ടേഷൻ ക്ഷണിക്കുന്നത്. കൊട്ടേഷൻ ആരും എടുത്തില്ലെങ്കിൽ നിശ്ചിത സമയത്തിന് ശേഷം വീണ്ടും കൊട്ടേഷൻ ക്ഷണിക്കേണ്ടി വരും. എസ്റ്റിമേറ്റ് തുകയേക്കാൾ താഴെയാണ് ടെൻഡറെങ്കിൽ റീടെൻഡർ ചെയ്യും. ഇതെല്ലാം ഓക്കെ ആയാൽ കെട്ടിടം പൊളിക്കാം. ഈ നടപടികൾ നോക്കാതെ കെട്ടിടം പൊളിക്കാൻ തീരുമാനിച്ചാൽ ഓഡിറ്റിംഗ് സമയത്ത് അത് ചെയ്യിച്ച ഉദ്യോഗസ്ഥർ ഉത്തരം പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ നിയമപരമായി മാത്രമേ കാര്യങ്ങൾ ചെയ്യൂ. ചുരുക്കി പറഞ്ഞാൽ നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങളിലെ കാലതാമസമാണ് നടപടിക്രമങ്ങൾ വൈകിപ്പിക്കുന്നത്.